ഒരു സാധാരണ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിനോ കോളേജിനോ 100% പ്ലേസ്മെന്റ് തരാൻ പറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ പേഴ്സണലി പറയാ അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുക. ഇപ്പൊ UK പോവാം, കാനഡയിൽ പോവാം, പലയിടത്തും പോകാൻ പറ്റും. പക്ഷെ US എന്നുള്ളത് ഇപ്പോഴും ഒരു മേ ബി ഒരു 3 to 5% ഫാമിലീസിന് മാത്രം എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു എഡ്യൂക്കേഷനാണ് അത്. നിയമങ്ങളൊന്നും ബാധകമല്ല, ആർക്കും എന്തും തുടങ്ങാം എന്നുള്ളൊരു അവസ്ഥയാണ് ഇവിടെ ഇന്ത്യയിലുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഇതിനെ എങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ ഒരു മിനിമം ക്വാളിറ്റി അഷ്വറൻസ് ഉള്ള ഇങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ചിന്തയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ IBIS-ലേക്ക് എത്തുന്നത്. ഹലോ, ഹായ്, യെസ്, വെൽക്കം ടു ജിഞ്ച മീഡിയ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരുള്ള ഒരു പ്രീമിയം ഹയർ എഡ്യൂക്കേഷൻ പ്രൊവൈഡർ എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ആൻഡ് തൃശ്ശൂർ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഓഫീസ് ഇവിടെ വന്ന് കുറച്ച് നേരമായി വന്നിട്ട്. ആൻഡ് ഇതിൻ്റെ പേരാണ് IBIS അക്കാഡമി. അപ്പോൾ ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. അപ്പോൾ അതിൻ്റെ മെയിൻ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഏറ്റവും മെയിൻ പില്ലർ, ദ മാൻ ബിഹൈൻഡ് എന്ന് പറയാൻ പറ്റുന്ന മിസ്റ്റർ ദീപക്. ഹലോ, വെൽക്കം. താങ്ക് യു സോ മച്ച്. ഈ ഒരു ഫീൽഡിൽ കുറേ ഡൗട്ട്സ് ഉണ്ട് ഒരുപാട് പേർക്ക്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റ്സ് ഇരുന്ന് എൻ്റെ തന്നെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ ചോദിച്ചു ആദ്യം തന്നെ. കാരണം കുറേ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ നോക്കുമ്പോൾ, എസ്പെഷ്യലി ഈ ഒരു 4 to 5 years ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ, കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ച ഇയർ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ടീം നമ്മുടെ ഇന്ത്യയിലത്തെ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്പേസ് എന്ന് പറയുന്നത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇല്ല. അതായത് നിയമങ്ങളൊന്നും ബാധകമല്ല, ആർക്കും എന്തും തുടങ്ങാം എന്നുള്ളൊരു അവസ്ഥയാണ് ഇവിടെ ഇന്ത്യയിലുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഇതിനെ എങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ ഒരു മിനിമം ക്വാളിറ്റി അഷ്വറൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ചിന്തയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ IBIS-ലേക്ക് എത്തുന്നത്, ഈ ഒരു വെർട്ടിക്കലിലേക്ക് എത്തുന്നത്. പിന്നെ അത് ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിന് ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് വരെ നമുക്കത് ഡെഫിനറ്റ്ely മാൻ ബിഹൈൻഡ് താൻ പറഞ്ഞെങ്കിലും ദ ടീം ബിഹൈൻഡ് ആണ്. ബിഗ് ടീം. തൽക്കാലം മാൻ ബിഹൈൻഡിനാണ് ഞങ്ങൾക്ക് കിട്ടിയതേ ഉള്ളൂ. തീർച്ചയായിട്ടും. ബട്ട് ദ ടീം ബിഹൈൻഡ് അത് ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇൻ ടേംസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, സിലബസ് എല്ലാ നിലയ്ക്കും ടീമിന് സാധിച്ചു എന്നുള്ളതാണ് സത്യം പറഞ്ഞ IBIS-ന്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സ്റ്റാർട്ടിംഗ് ഇയർ എന്ന് പറഞ്ഞാൽ 2018 കിക്ക് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പം നമ്മളൊരു ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു അക്കാഡമി തുടങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അക്രഡീഷൻസ് ആയിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മിഷിഗൻ യൂണിവേഴ്സിറ്റിക്കൊക്കെ അതുപോലുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റി കിട്ടുന്ന ഒരു അക്രഡീഷൻ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ദിസ് ഇസ് ഫസ്റ്റ് ടൈം ഇങ്ങനൊരു അക്കാഡമിക്ക് IACT റൈറ്റ് ഒരു അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടി. പക്ഷേ അത് ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു ഹൗ, ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് എ വെരി വാല്യുബിൾ തിങ്, റൈറ്റ്? അതെ. ആക്ച്വലി അതൊരു ഡ്രീം കം ട്രൂ ആണ്. ഓക്കെ. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഇപ്പോൾ NSDC ഉണ്ട്, അങ്ങനെ സ്കിൽ ഡെവലപ്മെന്റ് ബോഡിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു നിയമവ്യവസ്ഥ ഒന്നും അനുശാസിക്കുന്നില്ല. ദർ ഈസ് നോ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ദിസ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ NSDC അപ്രൂവലും ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന ശേഷം ഹൗ ക്യാൻ വി മേക്ക് എ ഡിഫറൻസ് എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ചിന്തയാണ് ഞങ്ങൾ US അക്രഡിറ്റേഷൻ ബോഡിയിലേക്ക് എത്തിയത്. ഇപ്പം US അക്രഡിറ്റേഷൻ ബോഡീസിന് അറിയാലോ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുന്നില്ല. പ്രത്യേകിച്ച് അതൊരു ക്വാസി ഗവൺമെന്റൽ ബോഡിയാണ്. ഇപ്പോൾ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടറിൽ വരുന്ന ബോഡിയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അവരെന്താ അതിനെ കണക്കാക്കി എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. പല രീതിയിൽ അതിനെ ഒരു ഒട്ടും കൺസിഡർ ചെയ്തില്ലാത്ത പോലെയാണ് തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത്. കാരണം ഇന്ത്യയിലത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ സ്റ്റാൻഡേർഡ്സിനെയും ക്വാളിറ്റിയും കുറിച്ച് അവർക്ക് ഭയങ്കര പുച്ഛമാണ്, ജഡ്ജ്മെന്റലാണ്. ഇവിടെ അതിന് അങ്ങനത്തെ നമ്മൾ അക്രഡിറ്റേഷൻ എടുത്താലും വി വിൽ ഡൈല്യൂട്ട് ദ ക്വാളിറ്റി ഫോർ ഷുവർ എന്നുള്ള, നമ്മൾ എന്തായാലും അത് കൊളാക്കും, അവരുടെ ബോഡിക്ക് ചീത്തപ്പേര് ഉണ്ടാക്കും എന്നുള്ള അവർക്കുള്ള തെറ്റായ അമേരിക്കൻസിനുള്ള ധാരണ കാരണം ഒരു 1.5 വർഷത്തിന് മേലെ ക്ലോസ് ടു 2 years എടുത്തു ഞങ്ങൾക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അവരുടെ ഓഡിറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അക്രഡിറ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ പറഞ്ഞ പോലെ ഈ IACT എന്ന് പറയുന്നത് ഇങ്ങനെ ഗവൺമെന്റ് ഇത് വരുന്നത് മാത്രമല്ല, അവർ അക്രഡിറ്റ് ചെയ്തിട്ടുള്ള ബാക്കി
സ്ഥാപനങ്ങൾ നോക്കി കഴിഞ്ഞാൽ മിഷിഗൻ യൂണിവേഴ്സിറ്റി, ഞാൻ പറഞ്ഞ പോലെ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി, നാസയുടെ ട്രെയിനിങ് ഡിവിഷൻ, അമേരിക്കൻ ആർമിയുടെ ട്രെയിനിങ് ഡിവിഷൻ, അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ, അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റീസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ഒരു 40-50 യൂണിവേഴ്സിറ്റീസ് അക്രഡിറ്റ് ചെയ്തിട്ടുള്ള IACTE ആണ്. അപ്പോൾ അതേ ബോഡിയെ നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ ആ യൂണിവേഴ്സിറ്റി ഒക്കെ പോയി പഠിക്കണമെങ്കിൽ ഒരു 50 ലക്ഷമെങ്കിലും ഇല്ലാണ്ട് മിനിമം എന്ന് 50 ലക്ഷം ഉണ്ടെങ്കിലും വിസ കിട്ടണമെന്നില്ല, അത് വേറെ കാര്യം. ഇനിയിപ്പോൾ വിസ കിട്ടി ഈ കാശ് ചിലവാക്കാൻ തയ്യാറാണെങ്കിലും 50 ലക്ഷത്തിൽ കുറവ് നോക്കണ്ട. അപ്പോൾ അതിൻ്റെ 10-1 20 കോസ്റ്റിൽ നമ്മുടെ ആളുകൾക്കും ഇവിടെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ പുറത്തേക്കൊന്നും പോവാണ്ട് സാധാരണക്കാരനും പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വലിയ ഒരു വിജയമായിട്ട്. സന്തോഷം. ഇപ്പോൾ UK പോവാം, കാനഡയിൽ പോവാം, പലയിടത്തും പോകാൻ പറ്റും. പക്ഷേ US എന്നുള്ളത് ഇപ്പോഴും ഒരു മേ ബി ഒരു 3-5% ഫാമിലീസിന് മാത്രം എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു എഡ്യൂക്കേഷനാണ് അത്. അതിങ്ങോട്ട് പറ്റിയെന്നുള്ളത് ഞങ്ങളുടെ ടീമിന്റെ ഒരു വലിയൊരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും. പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റിംഗ് ടൂൾ എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. 100% പ്ലേസ്മെന്റ് നമ്മൾ തരും എന്ന് പറയുന്ന ടീംസ് ഉണ്ട്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതിലൊക്കെ ഉപരി അത് നമുക്ക് എത്രത്തോളം ട്രസ്റ്റബിൾ ആണ് എന്നുള്ളൊരു ക്വസ്റ്റൻ ഇല്ലേ? കാരണം ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം, ദീപകിനെ അറിയാവുന്ന പറയാണ്, നമ്മളുടെ ഒരു ഇത് തന്നെ പറയുന്നതാണ് 100% പ്ലേസ്മെന്റ് ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. ഇവിടെ വന്നു കറക്റ്റായിട്ട് പഠിക്കാൻ, ഞങ്ങളുടെ എല്ലാം പറഞ്ഞ് പഠിച്ച് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ചാൻസസ് ആർ ഹൈ. തീർച്ചയായിട്ടും. ഞാൻ തന്നെ വളരെ ഓപ്പണായിട്ട് മീഡിയയിലും നമ്മുടെ കോണ്ടന്റ്സിലും പറഞ്ഞിട്ടുണ്ട്, വെറുതെ വന്നതുകൊണ്ട് ജോലി തരാമെന്ന് ഏതെങ്കിലും സ്ഥാപനം പറയുന്നുണ്ടെങ്കിൽ, ഇവിടെ പഠിച്ചുകൊണ്ട് മാത്രം ജോലി കിട്ടുന്ന ഏതെങ്കിലും സ്ഥാപനം പറയുന്നുണ്ടെങ്കിൽ, 100% ജോബ് അഷ്യൂറൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല, സത്യവിരുദ്ധമാണ്. ഞാൻ പറ്റിക്കൽ എന്നൊന്നും പറയുന്നില്ല, പക്ഷെ സത്യവിരുദ്ധമാണ്. കാരണം IIMs എടുത്താലും ഇന്ത്യയിലത്തെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ ഇപ്പോൾ IIMsോ IIT, ഞാൻ IIM കോഴിക്കോട് പ്രൊഡക്റ്റ് ആണ്. അതെ. അപ്പോൾ ഞങ്ങൾ ഈ IIMsോ IIT ഏതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ പോയിട്ട് നേരാവണ്ണം പഠിച്ചില്ലെങ്കിൽ ഒരാൾക്ക് ജോലി കിട്ടില്ല. കറക്റ്റ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു സാധാരണ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിനോ കോളേജിനോ 100% പ്ലേസ്മെന്റ് തരാൻ പറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ പേഴ്സണലി പറയാം അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുക എന്നാണ്. കാരണം നമുക്ക് എന്താ പ്രൊവൈഡ്, ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഏറ്റവും ബെസ്റ്റ് സിലബസ്, ഏറ്റവും ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഏറ്റവും ബെസ്റ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ, ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റിയെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അവർക്ക് പ്ലേസ്മെന്റ് ട്രെയിനിങ് കൊടുക്കാം, ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കാം. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വന്ന് ഒരാൾ പഠിക്കാൻ തയ്യാറായാൽ മാത്രമല്ലേ അയാളെ ജോബ് റെഡി. വെറുതെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങി പഠിക്കാതെ അറ്റൻഡൻസും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പരിപാടി കിട്ടത്തില്ലല്ലോ. കറക്റ്റ്. നമ്മുടെയൊക്കെ കാലത്താണ് പിന്നെയും നോക്കാം. കറക്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കും ജോലി മേടിച്ചു കൊടുക്കും എന്നുള്ള തെറ്റായ വാഗ്ദാനം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഇന്ത്യയിൽ ഒരിക്കലും നോർമൽ ഗതിയിൽ ഇപ്പോൾ US പോയിട്ട് മാത്രം കിട്ടാവുന്ന സർട്ടിഫിക്കറ്റ് അടക്കം ഇന്ത്യയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവർ പറയുന്ന ഇത് ഭയങ്കര സ്ട്രിഞ്ചൻറ്റ് ടൈറ്റ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ കണ്ടീഷൻസ് ആണ് IACTE ഒക്കെ. അതായത് ഒരു 300 സ്ക്വയർ ഫീറ്റ് ക്ലാസ്സിൽ 30 പേര് ഇരുത്താൻ പറ്റും. ഒരു കുട്ടിക്ക് 10 സ്ക്വയർ ഫീറ്റ് വേണം. പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോജിസ്റ്റിക്സ് പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു PG വേണമെന്നുള്ളത് മസ്റ്റാണ്, ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് വേണമെന്നുള്ളത് മസ്റ്റാണ്. അങ്ങനെ 100 കണ്ടീഷൻസ് മീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ക്ലാസ് റൺ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായി. ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ക്ലാസ്സിൽ വരികയും പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്ങുകളും ഇംഗ്ലീഷ് കോച്ചിങ്ങും നമ്മുടെ ഇൻഡസ്ട്രി എക്സ്പോഷറും പ്രാക്ടിക്കൽ സെഷൻസും ഇതെല്ലാം അറ്റൻഡ് ചെയ്യുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യാത്ത ഒരാൾക്ക് ജോലി മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പറയുക, ഇതിനെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ IBSലേക്ക് വരാവൂ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ വരരുത് എന്നാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. തീർച്ചയായിട്ടും പ്ലേസ്മെൻറ്റ്സ് വരുന്നതിന് മുമ്പ് അതിനൊരു ട്രെയിനിങ് വളരെ അനിവാര്യമല്ലേ? നല്ല അക്കാഡമിക്കലി നല്ല ഹയർ സൈഡിലുള്ള കുട്ടികളുണ്ടാവും. But how to attend a placement, how to crack a GD, how to go for a personal
ഇന്റർവ്യൂ PI, ദാറ്റ്സ് അഗൈൻ എ മാറ്റർ അല്ലേ? സത്യം. നമ്മുടെ കുട്ടികളിൽ മലയാളികളിൽ പൊതുവെയുള്ള പ്രോബ്ലം നല്ല കഴിവുണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷ് ഒരു പ്രോബ്ലമാണ്. എനിക്കും സെയിം പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇംഗ്ലീഷ് പറയേണ്ട ആവശ്യം വരുന്നത്. ഇംഗ്ലീഷ് നല്ല മാർക്കൊക്കെ ഉണ്ടാവും, പക്ഷെ വായിക്കും, എഴുതാം, നന്നായിട്ട് എഴുതാൻ പറ്റും. പക്ഷെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇംഗ്ലീഷ് പറയേണ്ട ആവശ്യം വരുമ്പോൾ നമുക്ക് ഇവിടം വരെ വരും, പക്ഷെ പുറത്തേക്ക് അങ്ങോട്ട് കോൺഫിഡൻസ് ലെവലിൽ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ മേ ബി ഒരു ടോപ്പ് 10% സ്കൂൾസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒഴിച്ചാൽ ബാക്കി 90% സ്കൂൾസിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഭാഷ ഒരു പ്രോബ്ലം തന്നെയാണ്. പിന്നെ ആ 90%-ൽ തന്നെ കുറേ കുട്ടികൾക്ക് ഇംഗ്ലീഷിൻ്റെ ബേസ് കുറവുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി അപ്രോച്ചാണ്. അതായത് ഒരു ഇൻഡസ്ട്രി, ഇപ്പോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷനോ ലോജിസ്റ്റിക്സോ അല്ലെങ്കിൽ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ കോഴ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിയിലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നതിന് ഒപ്പം തന്നെ എല്ലാ വീക്കും അവർക്ക് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഒരു ക്ലാസ്സുണ്ട്. അപ്പോൾ അതിൽ തന്നെ അവർക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ട്രെയിനിങ് വളരെ എലാബറേറ്റ് ആയിട്ട് ഒരാളെ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്ന കുട്ടിയും ഒരു കൊല്ലം കോഴ്സ് പഠിച്ചിറങ്ങുമ്പോഴേക്കും അവർക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പറ്റുന്ന തരത്തിലാണ് അത് ഡിസൈൻ. ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഈ സർട്ടിഫിക്കേഷൻ വലിയൊരു ഇമ്പോർട്ടൻസ് ആണല്ലോ, അതൊരു മെയിൻ ഘടകമാണ്. അതെ, ഫസ്റ്റ് ഫാക്ടേഴ്സിൽ തീർച്ചയായിട്ടും ഒരു വലിയൊരു ടോപ്പിക്കാണ് അത്. ചെറിയ ടോപ്പിക് അല്ല ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ സർട്ടിഫിക്കറ്റ് എന്നുള്ള സംഭവം ഇറ്റ്സ് വെരി വെരി ക്രൂഷ്യൽ. ഒരു കമ്പനി നോക്കുമ്പോൾ ഒരു ABC എന്നുള്ള ഒരു സാധാരണ ഒരു ബോഡിയുടെ സർട്ടിഫിക്കറ്റും ഒരു വേൾഡ് റിനൗണ്ടോ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ അറിയുന്ന ഒരു ബോഡിയുടെ സർട്ടിഫിക്കറ്റും എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻഷുറിങ് ദാറ്റ് ആളുടെ സിലബസ് അപ് ടു ഡേറ്റ്, ഈ പഠിച്ച സിലബസ് ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടായിരിക്കും, ഒരു മിനിമം ലെവൽ ട്രെയിൻഡ് ആയിരിക്കും, ഒരു ഇങ്ങനെ സ്കിൽസ് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ബേസിക് അഷ്വറൻസ് ആണ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഒരു സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഫ്രീ എൻട്രി അല്ല. ഈ ഇൻ്റർവ്യൂവിനുള്ള എൻട്രി പാസ്സാണ് അത്. എലിജിബിൾ. എനിക്കൊരു മിനിമം ക്വാളിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്ന സംഭവമാണ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വളരെ ലോക്കൽ സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കൊണ്ടുപോകുമ്പോൾ വലിയ കമ്പനീസ് ഡെഫിനറ്റ്ലി മൈൻഡ് ചെയ്യില്ല. അതായത് സെലക്ഷൻ ഉള്ള അഷുറൻസ് അല്ല, എലിജിബിലിറ്റിക്കുള്ള അഷുറൻസ് ആണ്. അപ്പോൾ യു വിൽ ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ ഓൾറെഡി AI ഇൻ്റഗ്രേറ്റ്, ആൾക്കാരെ AI എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സിലബസ് ചേഞ്ച് ആയി. ഇതാണ് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻസിലേക്ക് പോകുമ്പോഴുള്ള വ്യത്യാസം, ഡിഫറൻസ്. ഇവിടെ ആൾക്കാർ അത് പറഞ്ഞു വരുമ്പോഴേക്കും, ചിന്തിച്ചു വരുമ്പോഴേക്കും അവരവിടെ സിലബസ് മാറിക്കഴിഞ്ഞ് ലേറ്റസ്റ്റ് ട്രെൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് മാറ്റേഴ്സ് എന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും ഒരു എൻട്രി പാസ് ആണ്. പക്ഷെ ഇത്തരം വേൾഡ് റിനൗണ്ട് ബോഡീസിന്റെ ആകുമ്പോൾ അത് എൻഷുവേഴ്സ് ദാറ്റ് യു ഹാവ് എ മിനിമം ലെവൽ ഓഫ് നോളജ്. ആ നോളജ് ഉണ്ട് ആ ഇൻഡസ്ട്രിയിൽ എന്നുള്ളത് എൻഷുർ ചെയ്യും. അതുകൊണ്ട് തന്നെ കമ്പനീസ് പ്രിഫറൻസ് കൊടുക്കും അവർ. തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് മറ്റൊരു കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു കമ്പാരിസൺ പറയുമല്ല, എന്നാലും അവർക്ക് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു 3 കാര്യങ്ങൾ നമുക്കുണ്ട് എന്ന് പറയണമെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും? അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് എന്താ പറയുക, ഇത്രയും വർഷമായിട്ടും വേറെ ആർക്കും അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. പലരും പല UK പല ബോഡീസിനും ചെറിയ ബോഡീസിൻ്റെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു US ബോഡി ആർക്കും കൊണ്ടുവരാൻ, അതും ഇങ്ങനത്തെ ഒരു ഗവൺമെൻറ്റൽ ബോഡി ആർക്കും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ വിഗി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങൾ VR എനേബിൾഡ് ആണ് മെജോറിറ്റി കോഴ്സസും. AI ഒരു കൊടുക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ, ക്ലാസ് റൂം ഫെസിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇൻ്റർനാഷണൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 3 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാക്കൽറ്റിയാണ്. ടീം ഫാക്കൽറ്റി ടീം എന്ന് പറയുന്നത് അത്രയും ക്വാളിഫൈഡ് ആണ്. ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ എല്ലാവരും ഡോക്ടേഴ്സാണ്, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഉള്ളവരാണ്. ഇനിയിപ്പോൾ ബാക്കി ബിസിനസ് അഡ്മിനിസ്ട്രേഷനോ സപ്ലൈ ചെയിനോ ഒക്കെ എടുക്കുക വെച്ചാൽ അവരൊക്കെ MBA ഓപ്പറേഷൻസും ഇതൊക്കെ കഴിഞ്ഞവരാണ്. ഈ 3 തന്നെയാണ്. അതായത് കുട്ടികൾക്ക് ഏറ്റവും വാല്യൂ ആഡ് ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. അതെ, ഒരു പാരൻസ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ തരികയാണെന്നുണ്ടെങ്കിൽ വെരി വെരി ക്രൂഷ്യലാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് ഒന്നുകിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻസ്, അല്ലെങ്കിൽ തീരെ തിരിഞ്ഞു നോക്കാത്ത പാരൻസ്. രണ്ടും നന്നല്ല, ഒരു മിഡിൽ ഗ്രൗണ്ട് ആണ് നല്ലത്. ഇപ്പം തീരെ പുസ്തക പുഴുക്കളായിട്ടുള്ള ഒരു എന്താ പറയുക, നാടൻ ഭാഷയിൽ പറഞ്ഞ മണ്ണുണ്ണി കുട്ടികളെ
ഉണ്ടാക്കി വെച്ചിട്ടും അവർ ഇൻഡസ്ട്രിക്ക് റെഡി ആവില്ല. ഒരു ടീം മാനേജ് ചെയ്യാനോ ലീഡർഷിപ്പിനോ ഒന്നുള്ള കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അക്കാഡമിക് മാത്രം നോക്കിയിട്ട് ഒരു കാര്യമില്ല, അതെല്ലാം വേണം, 360 ഡിഗ്രി വേണം. അതേപോലെ തന്നെ അക്കാഡമിക്സ് ഒട്ടും അറിയാണ്ട് വെറുതെ ബാക്കിയുള്ള ആക്ടിവിറ്റി മാത്രമായി പോയിട്ടും ഒരു കാര്യമില്ല. കാരണം എവിടെ എത്താൻ പറ്റില്ല. പിന്നെ ഭാഗ്യം വേണം. അല്ലെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് അത്ലറ്റിക്സ് ഒക്കെയാണ്, നമ്മൾ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ്, അതിന് വേണ്ട ഒരു ഇൻഡസ്ട്രി നോളജ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും പാരൻസിൻ്റെ സപ്പോർട്ട് മസ്റ്റാണ്. നമ്മളെപ്പോഴും എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വർഷത്തെ കാര്യമുള്ളൂ. അതെ, 12 മന്ത്സിൻ്റെ കാര്യമുള്ളൂ. നിങ്ങളുടെ പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ, നിങ്ങളിവിടെ അഡ്മിഷൻ എലിജിബിലിറ്റി കിട്ടി, അഡ്മിഷൻ കിട്ടി, കയറി കഴിഞ്ഞാൽ പിന്നെയുള്ള 12 മന്ത്സ് ഞങ്ങൾ പറയുന്ന പോലെ ഒന്ന് നടക്കൂ. ഗെറ്റ് ഇൻ ടു എ കാറ്റഗറി. ഒരു നല്ല ജോലി മേടിച്ചിട്ട് നിങ്ങൾ നല്ല ഒരു കരിയർ ബിൽഡ് ചെയ്യൂ, എന്നിട്ട് ആഘോഷിക്കാമല്ലോ. ഈ ഒരു കൊല്ലം ആഘോഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. ജോലി കിട്ടിയിട്ട് ആഘോഷിച്ചോട്ടെ. നമ്മളൊന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് റിലാക്സ് ആവാം അല്ലേ? വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, ഈ കോഴ്സിൽ തന്നെ വെറൈറ്റി കോഴ്സ് നമ്മൾ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും അറിയണമെന്നില്ലാത്ത കോഴ്സുകൾ ഉണ്ടാവാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ IBIS അക്കാഡമി എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡർ നോക്കുമ്പോൾ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആൾക്കാരുടെ അടുത്തേക്ക് ഞാൻ പറയാം, ഈ വെറൈറ്റി കോഴ്സിന്റെ വെറൈറ്റി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് നെയിം ഇത്രയും വെറൈറ്റി ഉണ്ടെന്ന് താൻ പറഞ്ഞപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത്. കാര്യമല്ലേ? സത്യത്തിൽ അത് നമ്മൾ വെറൈറ്റി ക്രിയേറ്റ് ചെയ്തതല്ല, സിലബസ് വെറൈറ്റി ആയതുകൊണ്ട് കോഴ്സ് നെയിം അങ്ങനെ വന്നിട്ടുള്ളതാണ്. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്ന. ഫോർ എക്സാമ്പിൾ പറഞ്ഞു, രണ്ട് എക്സാമ്പിൾ പറയാം. ഇപ്പൊ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്? ഇപ്പോൾ ഗൂഗിൾ ആഡ്സിനെ പഠിപ്പിക്കും, മെറ്റ ആഡ്സിനെ പഠിപ്പിക്കും, അതർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ISCTയിലെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്ത ഒരാൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൊളിക്കാത്ത തേങ്ങ നായ്ക്ക് കിട്ടിയ പോലെയാണ്. ഇതെല്ലാം അറിയാം, പക്ഷേ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അൺലെസ് യു നോ അബൌട്ട് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? നോളജ് അപ്ലൈ ചെയ്യാനുള്ള അറിയേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പഠിപ്പിച്ച്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി പഠിപ്പിച്ച്, ന്യൂറോ മാർക്കറ്റിംഗ്. ഇപ്പോൾ ന്യൂറോ മാർക്കറ്റിംഗ് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ സിലബസിൽ കഴിഞ്ഞ കൊല്ലമേ ന്യൂറോ മാർക്കറ്റിംഗ് വന്ന് കഴിഞ്ഞു. അപ്പോൾ ന്യൂറോ മാർക്കറ്റിംഗിൽ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ EEG യൂസ് ചെയ്തുകൊണ്ട് ഒരാളുടെ ഓരോന്നിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിനെ ഡിസൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പം ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്യാണ്, കഫേ സെറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് സെറ്റ് ചെയ്യാണ്, അവിടുത്തെ യൂസ് ചെയ്യുന്ന കളേഴ്സിന് അടക്കം ദർ ഇസ് ഇൻഫ്ലുവൻസ് ഓൺ ദി കസ്റ്റമർ ആൻഡ് ഓൺ ദ ടീം. അവിടെ യൂസ് ചെയ്യുന്ന മ്യൂസിക്കിന് ദർ ഇസ് ഇൻഫ്ലുവൻസ്. ഇതെങ്ങനെ സ്റ്റഡി ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നതാണ് ന്യൂറോ മാർക്കറ്റിംഗ്. അപ്പോൾ someone who knows about ന്യൂറോ മാർക്കറ്റിംഗ്, they can design a campaign in a better way. ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ്, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ഇമേജസ്, അല്ലെങ്കിൽ ഒരു വീഡിയോ കോണ്ടന്റ് ആണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും എല്ലാം തന്നെ ദർ ഇസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കാണുന്ന ആംബിയൻസ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ആയുധം ഉപയോഗിക്കാൻ വേണ്ട നോളജ് ഒരാൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് വാള് കൊടുത്ത പോലെയാണ്. കളരി പഠിക്കാണ്ട് അല്ലെങ്കിൽ കുങ്ഫു പഠിക്കാണ്ട് വാള് കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. യൂസ് ഇല്ല, ഉപയോഗിക്കാൻ അറിയില്ല. അതുപോലെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാധാരണ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മളിത് ബാക്കിയെല്ലാം പഠിപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ അഡ്വാൻസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, താൻ നേരത്തെ എന്നോട് ചോദിച്ചത് എന്താണ് ഈ അഡ്വാൻസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ? അത് മറ്റൊന്നുമല്ല. ഇപ്പോൾ നോർമലി ഇപ്പോൾ നമുക്കിപ്പോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA PGDBMO പഠിക്കുകയാണെങ്കിൽ 1-2 സ്പെഷ്യലൈസ് ചെയ്യുന്നു. കൺവെൻഷണൽ ആയിട്ടുള്ള ഫിനാൻസോ മാർക്കറ്റിങ്ങോ ഒക്കെ, അല്ലെങ്കിൽ HR സ്പെഷ്യലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 സ്പെഷ്യലൈസ് ചെയ്യുന്നു, നമ്മൾ പഠിച്ചിറങ്ങുന്നു. ഇവിടെ 7 സ്പെഷ്യലൈസേഷൻസ് ആണ് 18 മന്ത്സിൽ പഠിപ്പിക്കുന്നത്. അതിൽ ഈ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗും ഉണ്ട്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസും ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ മാർക്കറ്റിംഗ് സിലബസും എല്ലാം കവർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുമ്പോൾ ഇപ്പോൾ IBISനെ പറ്റി പറയുമ്പോൾ ഓൾ കേരള ഉണ്ട് അല്ലേ? സ്റ്റാർട്ടിങ് ഫ്രം എല്ലായിടും. പെരിന്തൽമണ്ണ ഉണ്ട്, ഈ മറ്റേ ഇതുണ്ട്, അച്ചാറുണ്ട്, ചെല്ലാസുണ്ട്, കരിമീനുണ്ടെന്നൊക്കെ പറയുന്ന പോലെ അല്ല. ദാറ്റ്സ് ലൈക്ക് ഇപ്പം ഏത് ഭാഗത്തു നിന്നുള്ള പിള്ളേർക്കാണെങ്കിലും വരാം അങ്ങനെയുള്ളൊരു. അത് എവിടേക്കാണ് ഇപ്പം നമുക്ക് കറന്റ്ലി കേരളത്തിലുള്ളത്? തിരുവനന്തപുരം, കോട്ടയം, കൊച്ചി, തൃശ്ശൂർ, പെരിന്തൽമണ്ണ, കോഴിക്കോടാണ് കേരളത്തിലുള്ളത്. ശരി. കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരുണ്ട്. പിന്നെ ഫിറ്റ്നസ് പ്രോഗ്രാംസ് ചെന്നൈയിലുണ്ട്. അതും എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത് ചെന്നൈയിലാണല്ലേ? ചെന്നൈ, കോയമ്പത്തൂർ, ഡൽഹി.
ഓക്കെ ഓക്കെ. അവിടെയും ഫിറ്റ്നസ് പ്രോഗ്രാംസ് ഉണ്ട്. സോ റൈറ്റ്, ഓൾ റൈറ്റ്. ന്യൂ ബ്രാഞ്ചസ് ആർ കമ്മിങ് അപ്പ്. നെക്സ്റ്റ് ഇയർ എക്സ്പാൻഷൻ ഉണ്ട്. ഇപ്പം നെക്സ്റ്റ് ഇയർ അക്കാഡമിക് ഇയറിൽ അല്ലെങ്കിൽ വരുന്ന അക്കാഡമിക് ഇയറിൽ ഇഫ് സമ്മൺ വാണ്ടഡ് ടു ബാഡ്ലി ജോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്? അങ്ങനെ എന്താണ് അതിൻ്റെ ഒരു നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന രീതികൾ ഉണ്ടാവാം? നമുക്ക് നമ്മുടെ ടെലിഫോൺ ലൈൻസ് ഉണ്ട്, അതിൽ വിളിച്ച് ഡയറക്റ്റ്ലി എൻക്വയറി എടുക്കാം. നമ്പർ എന്തായാലും നമ്മൾ കൊടുത്തിരിക്കും. ഓക്കെ. വെബ്സൈറ്റിൽ ഫോംസ് ഉണ്ട്, അതിൽ ഫില്ലപ്പ് ചെയ്യാം. ഫസ്റ്റ് എലിജിബിലിറ്റി മീറ്റ് ചെയ്യലാണ്. അപ്പോൾ നമ്മുടെ മാർക്കും കാര്യങ്ങളും വെച്ച് എലിജിബിലിറ്റി മീറ്റ് ചെയ്യലാണ്. അതേപോലെ തന്നെ ഇപ്പോൾ BPL കാറ്റഗറി വരുന്ന കുട്ടികൾക്ക് അവർക്കും ഇപ്പം നമ്മളിപ്പോൾ പുറത്തു പോയി പഠിക്കുന്നേക്കാളും അതിൻ്റെ 120th നമ്മുടെ ഫീസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഫീസ് തന്നെ അവർക്ക് അഫോർഡബിൾ അല്ല. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഗ്രാൻഡ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വേറെ ഉണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയകൾ നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ സ്കോളർഷിപ്പിന് എലിജിബിൾ ആണോ ഗ്രാൻറ്റിന് എലിജിബിൾ ആണോ അതിന് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് സെപ്പറേറ്റ് ഒരു സ്റ്റഡി എബ്രോഡ് എന്ന് പറയുന്ന ഒരു ടൈം, അല്ലെങ്കിൽ ഇപ്പോൾ പാരൻസ് തിങ്ക് ചെയ്യബിളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അവർ അവരുടെ മക്കളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇവിടെ ഒരുപാട് കോഴ്സസ് ഉണ്ട്, എങ്കിലും ഒരുപാട് പൈസ കൊടുത്ത് വെളിയിൽ പോയി പഠിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഒരു പേരൻറ്റ് ചിലപ്പോൾ ചോദിക്കാം, അതെന്താ നാട്ടിലെ കോഴ്സുകൾക്കൊന്നും വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണോ നമ്മൾ പോയി പഠിക്കുന്നത്? പിന്നെ പ്ലസ് ഒരുപാട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും പാരൻസിനെ സംബന്ധിച്ച്. ഒന്നാമത്തെ കാര്യം അത് വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണോ? രണ്ടാമത്തെ കാര്യം ഈ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ബാക്ക് ആയിട്ടുള്ളവരാവാം, പഠിക്കാൻ സ്റ്റുഡിയസ് ആയിരിക്കാം. പൊതുവേ ഇന്നത്തെ ജനറേഷൻ ചീത്ത കേൾക്കുന്ന സാധനമാണ്, ആർക്കും നാട്ടിൽ നിൽക്കണ്ട, എല്ലാവർക്കും പുറത്തുപോയി പഠിച്ചാൽ മതി എന്നുള്ളത്. ഒരുപാട് ആക്ഷേപങ്ങൾ അല്ലേ, ഒരുപാട് ഇൻ്റർവ്യൂ, ഒരുപാട് ആർട്ടിക്കിൾസ്, ഒരുപാട് വേദികളിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ്. ഞാൻ അതിനെ കാണുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. നമ്മുടെ കുട്ടികൾ അവിടെ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ യൂണിവേഴ്സിറ്റീസിൻ്റെ ഒരു വേൾഡ് റാങ്കിങ് ഉണ്ട്, QS റാങ്കിങ് ഉണ്ട്. QS റാങ്കിങ്ങിൽ ടോപ്പ് 200 ഇന്ത്യയിൽ ആകെ 2 IIM ഒരു 2 IIT ആണ്. ഓക്കെ. ബാക്കി നമ്മളിവിടെ കാണുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കോളേജുകളും ഒന്നും ടോപ്പ് 200 ഇല്ല, QS റാങ്കിങ്ങിലേ ഇല്ല, ലിസ്റ്റിലേ ഇല്ല. ഓക്കെ. അപ്പോൾ പിന്നെ XLRI 300 വരുന്നത് കറക്റ്റ് നമ്പർ ഞാൻ നോക്കണം, ഈ ലേറ്റസ്റ്റ് നോക്കണം, പക്ഷേ അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പം മുന്നേ ആണെങ്കിൽ ആൾക്കാർക്ക് QS റാങ്കിങ്ങും അറിയില്ല, പുറത്തെ യൂണിവേഴ്സിറ്റീസിലെ കാര്യങ്ങളും അറിയില്ല, ഇത് പഠിക്കാൻ പോകേണ്ട വഴികളെ കുറിച്ചും അറിയില്ല. റിസർച്ച് ചെയ്യും. നമ്മുടെ കുട്ടികൾ അവർ ഇന്റർനെറ്റിൽ കയറി നോക്കി നന്ന് വെൽ സ്റ്റഡീഡ് ആവുന്ന ഒരു കുട്ടിക്ക് അവർ നോക്കുമ്പോൾ അവിടെ പോയിട്ട് പഠിക്കാൻ ഇത്ര കോസ്റ്റ് വന്നാലും ഞാൻ ടോപ്പ് 100, ടോപ്പ് 200, ടോപ്പ് 300 വേൾഡിലെയാണ്. ടോപ്പ് 300 ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പോൾ വേറെ ലെവലാണ്. ക്വാളിറ്റി ആൻഡ് ദ ബ്രാൻഡ് ഒരുമിച്ച് കിട്ടുകയാണ്. അത് വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമെന്നില്ല. അപ്പോൾ ക്വാളിറ്റിയുടെ മൂല്യം ഇവിടെ കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറവായിട്ടല്ല, ഇവിടെ ആൾക്കാർ വേണ്ട എഫേർട്ട് ഇട്ടിട്ടില്ല അവിടേക്ക് വേണ്ടിയിട്ട് എന്നേ ഞാൻ പറയുള്ളൂ. ആ ആഗ്രഹിക്കുന്ന കുട്ടികളെ തെറ്റ് പറയാൻ ഞാൻ തയ്യാറല്ല. ഇനി രണ്ടാമത്തെ പറഞ്ഞ വരുമാനത്തെ എക്സ്പെൻസിന്റെ കാര്യം, സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ നല്ല മിടുക്കരായിരിക്കാം, പക്ഷേ ചിലപ്പോൾ ഫിനാൻഷ്യലി അത്ര മീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദേ ആർ ലൈക്ക് അച്ചീവേഴ്സ് ആയിരിക്കാം, അടിപൊളി പഠിക്കുന്നവരായിരിക്കും. എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്ന നല്ല സ്റ്റഡി അബ്രോഡ്. പലപ്പോഴും അതിൻ്റെ എക്സ്പെൻസ് ബെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും ഇതൊക്കെ വരും. എല്ലാവർക്കും പറ്റണമെന്നില്ല. പിന്നെ ഫാമിലി കൺസ്ട്രെയിൻസ് ഉണ്ടാവും, പല കാരണങ്ങളെ കൊണ്ട് പറ്റണമെന്നായിരിക്കില്ല. ഐബിസിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾക്ക് പുറത്ത് പോകണമെന്ന് ആഗ്രഹമില്ല, ഇന്ത്യയിൽ തന്നെ പഠിച്ചാൽ മതി, പക്ഷെ ആ ക്വാളിറ്റി കിട്ടാത്തതിൻ്റെ പേരിൽ പോകുന്ന ആളുകളാണെങ്കിൽ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതിവിടെ പഠിക്കാം എന്നാണ് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം. ഇനി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ താൻ പറഞ്ഞത് വളരെ ശരിയാണ്. നല്ല കഴിവുള്ള ഒരുപാട് കുട്ടികൾ പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ട് മാത്രം ഹയർ എഡ്യൂക്കേഷൻ മിസ്സാവുന്നുണ്ട്. അവർ ഡിഗ്രി പഠിത്തം നിർത്തി, +2 പഠിത്തം നിർത്തി എന്തെങ്കിലും ജോലിക്ക് പോകേണ്ട ഗതികേടൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ കിട്ടാണ്ട്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്കോളർഷിപ്പും ഗ്രാൻറ്റും എല്ലാം റൺ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഫീസ് ഇപ്പോൾ പുറത്ത് പോയി സെയിം കോഴ്സ് പഠിക്കണമെങ്കിൽ 50 ലക്ഷം വരില്ലേ, അതിൻ്റെ 120th വരുന്നുള്ളൂ ഇവിടെ പഠിക്കാമെന്ന് പറഞ്ഞാലും ആ എമൗണ്ടും വലിയ അറിയാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ 2 രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ, അവർക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഓ യു ഗൈസ് പ്രൊവൈഡിങ് അല്ലേ? യെസ്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ബഡ്ജറ്റ് അല്ലേ? ബഡ്ജറ്റ് ഉണ്ട്. അത് നമ്മൾ ഈ കൊല്ലത്തേക്ക് 5 കോടിയാണ് സ്കോളർഷിപ്പും ഗ്രാൻറ്റും കൂടിയിട്ടുള്ള ബഡ്ജറ്റ് അലൊക്കേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സ്കോളർഷിപ്പിൻ്റെ ഒപ്പം തന്നെ ഉള്ളതാണ് ഗ്രാൻറ്റ് എന്നുള്ളത്. ഗ്രാൻറ്റ് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ അത്രയ്ക്ക് എത്തിയിട്ടില്ലെങ്കിലും സാമ്പത്തികമായിട്ട് ബിലോ പോവർട്ടി ലൈൻ കുട്ടികൾ, BPL കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ആ മാർക്ക് നേടിയത് തന്നെ വളരെ പരിമിതമായ സാഹചര്യങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നേടിയിട്ടുള്ളത്. അവരുടെ 60% മറ്റേ എല്ലാ സാഹചര്യമുള്ള ഒരു കുട്ടിയുടെ 90%-ക്കാളും കൂടുതൽ വാല്യൂ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആ വാല്യൂവിനെ നമ്മൾ കണക്കാക്കിക്കൊണ്ട് അവർക്ക് ലൈഫിനെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമ്മൾ ഗ്രാൻഡ് ആയിട്ട് ഒരു കൈത്താങ്ങെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ദാറ്റ്സ് ലൈക്ക് എ വെരി ഗുഡ് തിങ് ദാറ്റ് യു ഗൈസ് ആർ ഡൂയിങ്. സീരിയസ്ലി മാൻ, സൂപ്പർ അമേസിംഗ്. താങ്ക് യു. സോ അപ്പോൾ അതും ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ? അതുപോലെ തന്നെ ദീപക് ബ്രോ, ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ കുറേ പേരെ സംസാരിച്ചു. അതിലൊക്കെ ഉപരി എനിക്ക് കാണാൻ പറ്റിയൊരു കാര്യം, നമ്മുടെ ലൈഫിൽ നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ജനങ്ങൾ തരുന്ന അവാർഡും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അവാർഡ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാനിവിടെ കുറേ അവാർഡ്സുകൾ കണ്ടു. അതിൽ തന്നെ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു സ്റ്റാഫാന്ന് തോന്നുന്നു, അത് 2 സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ അവാർഡാന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തം അത് മാത്രമല്ല, കൂടുതലുണ്ട്. എനിക്ക് തോന്നുന്നത് പല കാര്യങ്ങൾക്കാവാം. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ. ശരിക്കും ആ അവാർഡ്സിന് താങ്ക്സ് ടു ISCT. ഇന്ത്യയിൽ അങ്ങനത്തെ സ്റ്റാൻഡേർഡ്സ് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് അത് കിട്ടിയത്. അതായത് മിനിസ്റ്റർ ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ NSDCയുടെ 2 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ട്രെയിനിങ് പ്രൊവൈഡർ. അതായത് ഇന്ത്യയിലെ 16 സ്ഥാപനങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. അതിലൊന്ന് നമ്മളായിരുന്നു. കേരളത്തിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പിന്നെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് മറ്റേ L&Tയുടെ ട്രെയിനിങ് ഡിവിഷനും ടാറ്റയുടെ ട്രെയിനിങ് ഡിവിഷനും ഒക്കെയാണ് ഒപ്പം അവാർഡ് നേടിയത്. പിന്നെ അതുപോലെ നമ്മുടെ ഫിറ്റ്നസ് പ്രോഗ്രാം ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതിൽ ബെസ്റ്റ് ട്രെയിനർ പ്രോഗ്രാം അവാർഡ് എന്നുള്ള അവാർഡാണ് കിട്ടിയത്. ഫിറ്റ്നസ്സിൽ വി ആർ ദ ബെസ്റ്റ് എന്നുള്ളത് സെൻട്രൽ ഗവൺമെന്റ് ഒരു ചുരുക്കി പറഞ്ഞ ഇറ്റ്സ് ലൈക്ക് IBIS അക്കാഡമി ഇസ് ലൈക്ക് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ഓൾ കാർഡ്സ് എന്ന് വിളിക്കാം. ബാങ്ക്ഡ് ഇറ്റ്. കലക്കി. സോ എന്തായാലും താങ്ക് യു സോ മച്ച് മിസ്റ്റർ ദീപക്. ആൻഡ് അടിപൊളിയാവട്ടെ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും, നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും വന്നത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ നമ്മളുടെ ഓഫീസിൽ വരുന്നത്. ആൻഡ് സോ സ്പേഷ്യസ്. അടിപൊളി. നിങ്ങളുടെ ടീമും അടിപൊളിയാണ്. ഇനിയും എന്തായാലും കാണാം. ആൻഡ് യെസ് ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ibisacademy.in. ibisacademy.in. യു ക്യാൻ ചെക്ക് ഫോർ ദ ഡീറ്റെയിൽസ് ആൻഡ് എവറിഥിങ്. ആൻഡ് ഫുൾ ടൈം അസിസ്റ്റൻസിന് ആൾക്കാർ പെർഫെക്റ്റ്ലി ഉണ്ട് അല്ലേ? യെസ്. താങ്ക് യു ഗൈസ്. താങ്ക് യു. ഇനി ഉച്ചയ്ക്ക് ലഞ്ചോടെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാം. റെഡി? ഷുവർ. ഓക്കെ. താങ്ക് യു ഗൈസ്. താങ്ക് യു.